ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീയിങ് പവി. അപ്പോൾ നമ്മളിന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സൺഡേ ഹോളിഡേ എന്നാണല്ലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ കാലത്ത് തന്നെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോകണം കേട്ടോ. പിന്നെ നല്ല മഴയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ. അത്യാവശ്യം നല്ല മഴയും അതേപോലെ തന്നെ നല്ല കാറ്റും നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ വീട്ടിലായതുകൊണ്ട് നമ്മൾ തട്ടിമുട്ടിക്ക് എണീക്കും. പിന്നെ അതാ നമ്മുടെ വാമോസ് എണീറ്റിട്ടുണ്ട്. വാമോസ് നല്ല കുറുമ്പ് കാണിച്ചിട്ടാണ് എണീറ്റത്. പിന്നെ നമ്മുടെ പല്ല് തേപ്പും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നേരം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടേ. നമ്മളിതാ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പല്ലൊക്കെ തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല്ല് തേക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണില്ലേ. പിന്നെ ഒരു കപ്പ് ചായയൊക്കെ എടുത്ത് മെല്ലെ മുറ്റത്തേക്ക് നടന്നിട്ട് അവിടെ ഇരുന്നിട്ട് കേട്ടോ ചായ കുടിച്ച്. ഈ മഴക്കാലത്ത് നല്ല കട്ടൻ ചായ കുടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ കുറച്ച് നേരം ചായയും കുടിച്ചിരുന്നു. പിന്നെ അമ്മേൻ്റെ ഗാർഡൻ പരിപാടികളൊക്കെ നോക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതും നോക്കിയിരുന്നു. പിന്നെ നമ്മുടെ വാമോസ് എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കയ്യിലെടുത്തിട്ട് ഞങ്ങൾ പതിയെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഈ മക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടി കേട്ടോ. നമ്മൾ കരുതണ പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നമ്മളത് എന്താ പറയുക, ആസിഫ് അലി പറഞ്ഞ പോലെ ഒരാളുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. മറ്റേ റീൽസിൽ പറയുന്ന പോലെ ഡിപ്രഷനായിപ്പോവും. അപ്പോൾ അങ്ങനെ വാമോസിന് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടൊക്കെ നമ്മൾ ഫുഡ് കൊടുത്ത്. അപ്പോൾ ആൾക്ക് രാവിലെ ഞാനെന്താ നമ്മുടെ അവിൽ നനച്ചതായിരുന്നു. ഇത് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ആൾക്ക് ഞാൻ അവിൽ പുതർത്തി കൊടുത്തു. അപ്പോൾ ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ അവിൽ. അപ്പോൾ ആൾ കഴിക്കാതായപ്പോൾ ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളവും അതേപോലെ തന്നെ ഒരു കപ്പ് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിപ്പിക്കാൻ ഇരുത്തിയത്. അപ്പം അങ്ങനെ ആൾ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ഛൻ ഇതാ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റമായിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം. ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാക്കി വരും നോക്കി നടക്കലാണ് പരിപാടി, ബാക്കിയെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി, ബെഡൊക്കെ ഒന്ന് നല്ലപോലെ വിരിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാമോസിനോട് ചെറിയ ചെറിയ വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആളെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ ആൾ സമ്മതിക്കില്ല. ഇത് നമ്മുടെ റൂമിലുള്ള ചെറിയൊരു മിററാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ ബെഡൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കിയിട്ടു, വിരിച്ചിട്ടു. അതായിരുന്നു അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ പരിപാടിയും പണികളൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ബാക്കിയൊക്കെ അമ്മ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുള്ളൂ. ഞാനപ്പോൾ താഴത്തുണ്ടായിരുന്ന കോസടിയും അതേപോലെ തന്നെ നമ്മുടെ മുകളിലെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ചിട്ട് നമ്മുടെ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഏട്ടൻ്റെ റൂമിലേക്കായിരുന്നു. ആൾ കാലത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ആൾക്കിന്ന് സൺഡേ ആയതുകൊണ്ട് മാരേജ് വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ റൂമും കൂടി ഒന്ന് വൃത്തിയാക്കി വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ റൂമിലേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചിരുന്ന ഫോട്ടോ അച്ഛൻ്റെ പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ. അത് നല്ലൊരു അടിപൊളി ഫോട്ടോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫോട്ടോ. അതിൽ അച്ഛൻ നല്ല യങ്ങായിട്ടുള്ളൊരു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അച്ഛന്. അപ്പോൾ നമ്മൾ വിരിച്ചിടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏട്ടൻ്റെ റൂം കൂടി ഒന്ന് നന്നായിട്ട് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വിരിച്ചിടലും മടക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് വാമോസിന് ഭക്ഷണം കൊടുക്കലാണ്. വാമോസിന് കഞ്ഞി കൊടുക്കണം. അപ്പോൾ അതാണ് അടുത്ത വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. എനിക്ക് ദിവസത്തിലെ ഏറ്റവും വലിയ ടാസ്ക്കായി തോന്നിയിട്ടുള്ള അവന് ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവൻ ഭക്ഷണം ഒട്ടും കഴിക്കില്ല. ഒരുപാട് സമയം എടുക്കും കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാമോസിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകണം. അതിന് മുന്നേ നമുക്ക് വാമോസിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വാമോസിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ സന്തോഷത്തിലാണ് കേട്ടോ ആൾ.
അപ്പോൾ ഞാൻ വാമോസിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് അടിച്ചു വരാനാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അമ്മ വന്ന് തുടച്ചോളും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുത്തു. അപ്പം അടിച്ചു വാരി ഇട്ടപ്പോൾ ആളും എൻ്റെ അപ്പം നടക്കണ്ടായിരുന്നു കേട്ടോ, വാമോസും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വാമോസ് വരുന്നുണ്ട്. അപ്പോൾ ആളെടുത്തിട്ടായിട്ട് പിന്നെ ഞാൻ അടിച്ചു വരുന്നത്. ഇതേപോലെ ഉണ്ട്, ആളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണിയെടുക്കുമ്പോൾ നമ്മളെടുത്ത് വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ആളെ എടുത്ത് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഇപ്പോൾ ശീലമായിട്ടോ. മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നാലെ തന്നെയാവും കേട്ടോ എപ്പോഴും അവർ. അപ്പം നമുക്കും സമയം പോണത് അറിയില്ല, അവർക്കും സമയം പോണത് അറിയില്ല. ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടായി തോന്നും പണിയെടുക്കുന്ന സമയത്തൊക്കെ. പക്ഷെ നമുക്ക് അവരില്ലാതായെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് സമയമേ പോവില്ല, എപ്പോഴൊന്ന് എണീക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അങ്ങനെ ഇതാ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വാമോസിന് കഞ്ഞി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആൾ കഞ്ഞി കുടിക്കാൻ കൂട്ടാക്കണില്ല. അപ്പം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈര് ഞാൻ ആ കഞ്ഞിയിലങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ ആൾക്ക് പുളിയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ, തൈര്, അച്ചാർ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആ കഞ്ഞിയിൽ ആ തൈരൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ആൾ നന്നായിട്ട് കുടിച്ചിട്ടോ. ഒറ്റയ്ക്ക് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണൊക്കെ വാങ്ങിയിട്ട് ഒറ്റയ്ക്ക് കുടിക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒറ്റയ്ക്ക് കുടിക്കാൻ അങ്ങ് കുടിച്ചോട്ടെ, കുറച്ചെങ്കിലും കഞ്ഞി വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പൂണങ്ങ് കൊടുത്തു കേട്ടോ. അങ്ങനെ കഞ്ഞി കുടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസാനമുള്ള രംഗം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ കുട്ടികളും കഴിക്കാൻ പഠിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഞാൻ കഞ്ഞി കൊടുക്കുക കേട്ടോ. ഏകദേശം 11:30 ആയപ്പോഴാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കായിരുന്നത്. 11:30 ഇരുന്ന് ഞങ്ങൾ 12:30 കഞ്ഞി കുടിച്ച് എണീക്കുന്നത്. അപ്പോൾ കഞ്ഞി കുടിച്ച് പകുതി ആയിട്ടുണ്ട് കേട്ടോ. കുറേ ഞാൻ കോരി കൊടുക്കും, കുറേ ആൾ അമ്മമ്മയ്ക്കും അമ്മച്ചനൊക്കെ കോരി കൊടുക്കും, കുറേ അങ്ങോട്ട് ഒഴിച്ചിട്ടും ഇങ്ങോട്ട് ഒഴിച്ചിട്ടും, കുറേ ദോശ ചുട്ടിട്ടും, കുറേ ചായ അടിക്കണ പോലെ അടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ച് തീരാറുള്ളത് പൊതുവേ. അപ്പം ഞാൻ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, ചില കുഞ്ഞു മക്കളൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ മക്കൾ ഇത്രയും നീറ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇതിനൊക്കെ പറ്റണമെന്നുള്ളത്. അപ്പം നമ്മളെത്ര ട്രെയിൻ ചെയ്ത് നോക്കിയാലും ഇവനങ്ങനൊന്നും ശരിയാവണില്ല കേട്ടോ. പതിയെ ശരിയാവുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കഴിപ്പിൻ്റെ കിടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞി കുടിച്ച് കഴിയാനായിട്ടും അങ്ങനെ അവസാനം കഞ്ഞി കുടിച്ചിട്ടുള്ള രംഗമാണ് നിങ്ങളിനി കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണിയൊക്കെ റെഡിയാക്കി അതൊക്കെ നമ്മൾ വേറൊരു ചെമ്പിലേക്ക് മാറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ അമ്മയുടെ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എവിടെ നിന്ന് ബിരിയാണി കഴിച്ചാലും അമ്മേൻ്റെ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ. ഞാൻ കുറേ സ്ഥലത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര രുചിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി. അപ്പം ഞാൻ വെറുതെ പറയല്ല, അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവസാനം ബിരിയാണീൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റാക്കുകയാണേ. അമ്മ കുക്കറിലാണ് കേട്ടോ ബിരിയാണി വയ്ക്കില്ല. ആ ബിരിയാണീൻ്റെ ചോറിന് നല്ല മയായിരിക്കും, അതേപോലെ തന്നെ ആ ചിക്കൻ ഇങ്ങനെ വെന്ത് ഉടഞ്ഞ രീതിയിലാവും കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് ചോറ് കഴിക്കാനായിട്ട്, ആ ചിക്കനും ചോറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ പുളി ഉണ്ടാവും ആ മസാലയ്ക്ക്, അപ്പോൾ അതും ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അമ്മേൻ്റെ ബിരിയാണി ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ നമ്മുടെ ആ തേങ്ങാ ചമ്മന്തിയും അതേപോലെ തന്നെ നമ്മുടെ കച്ചമ്പറൊക്കെ അതിലേക്ക് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഇനി ഉച്ചത്തേക്ക് നമുക്ക് ബിരിയാണി കഴിക്കണം. ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അമ്മേൻ്റെ ബിരിയാണീൻ്റെ ഫാനാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കൂടെ വാമോസിന് ഭക്ഷണം കൊടുത്തേ. ഇപ്പോൾ കുറേ ആയമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നല്ലൊരു പിടുത്തം പിടിച്ചു കേട്ടോ. അങ്ങനെ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആളും നമ്മുടെ അമ്മയുടെ ബിരിയാണീൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ആളുടെ ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ആളിപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായപ്പോൾ ഞാൻ മഞ്ചേരി വരാൻ കാത്തൊക്കെയായിരുന്നു ഞങ്ങൾ തമ്മിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കിയല്ലേ, അപ്പോൾ ആൾക്കും കുറച്ച് ബിരിയാണി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വാമോസിനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ അച്ഛൻ ആളെ പുറത്തേക്ക്
നടക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ വഴിയിൽ നിന്ന് കൂട്ടിമുട്ടി. അങ്ങനെ വാമൂസിനെയും കൊണ്ട് ഞാൻ പോയി. നമ്മൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ. ഇതാണ് അർച്ചന. നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പോൾ ഇത് ആളുടെ മോനാണ് കേട്ടോ, ബാക്കിലുള്ളത് ആളുടെ അനിയത്തിയാണ്. അപ്പോൾ നമ്മുടെ വാമോസും ആളുടെ മോനും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അർച്ചനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലത്തെ സൗഹൃദമാണ് കേട്ടോ. നമുക്ക് റീപ്ലേസിബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ, അതുപോലെ ഒരാളാണ് കേട്ടോ എനിക്ക് അർച്ചന എന്ന് പറയുന്നത്. എനിക്കങ്ങനെ അനിയത്തിമാരോ ചേച്ചിമാരോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ. സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റില്ല, ഒരു ചേച്ചി അനിയത്തി എങ്ങനെയാണോ അതുപോലെയായിട്ട് ഞങ്ങൾ രണ്ടുപേരും. ഞാനങ്ങനെ ഒരുപാട് കോണ്ടാക്റ്റുകളൊന്നും സൂക്ഷിക്കാത്ത ഒരാളാണ്. ഞാൻ കോണ്ടാക്റ്റുകൾ സൂക്ഷിക്കാൻ വളരെ മടിയുള്ള ഒരാളാണ്. ഞാനങ്ങനെ ആരായിട്ടും അധിക കാലമൊന്നും കോണ്ടാക്റ്റ് വയ്ക്കാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഇപ്പോഴും എന്താ പറയുക, ഒരുപാട് കാലത്തൊരു പരിചയമുള്ള ആൾ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ സൗഹൃദം എന്ന് പറയുന്നത് അർച്ചന തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു നല്ല സുഹൃത്തും അതേപോലെ തന്നെ ഒരു സഹോദരിയാണ് അർച്ചന എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ കുറേ സൗഹൃദങ്ങൾ. അപ്പോൾ നമുക്കാർക്കും ഇങ്ങനെ ഒരു സൗഹൃദം ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. നമ്മളെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ പറയാൻ ഒരാൾ വേണ്ടേ. അപ്പോൾ എൻ്റെ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ അർച്ചന. അപ്പോൾ അർച്ചനേനെ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ ചെറിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആളയച്ചെന്ന് ഫോട്ടോ ഒക്കെയാണ് ഇട്ടത്. ഞങ്ങൾ ചെറിയ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ അയച്ചെന്ന്. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര ചിരിയും അതേപോലെ തന്നെ സന്തോഷവും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കുറേ ഫോട്ടോസാണ്. ഇത് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. 10 വർഷം 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ 8 മുതൽ അതേപോലെ ഡിഗ്രി വരെ ഞങ്ങൾ ഒരുമിച്ചാട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. പണ്ട് ഞങ്ങളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു കേട്ടോ, നിങ്ങൾ ചേച്ചി അനിയത്തിയാണെന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. കാരണം എനിക്കങ്ങനെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത് ഈ അടുത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ആളുടെ മോനെ കാണാൻ വേണ്ടി പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇതൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ കുറേ കഴിഞ്ഞങ്ങനെ കാണുമ്പോൾ. അങ്ങനെ ഞാനിത് അവിടെ നിന്ന് ഇറങ്ങാനായപ്പോൾ ആൾ ടാറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വ്ളോഗിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീണ്ടും ബിരിയാണിയൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വാമോസിനൊക്കെ ഞാൻ നേരത്തെ ഉറക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.